ഇവിടെ കാണുന്നത്. ഫ്രണ്ട്സ് ഇപ്പോൾ പറക്കാൻ നിൽക്കുന്നതാണ്, ഹിന്ദിന്ന് ഇറങ്ങുന്നതാണ്. അടിപൊളിയാണ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു യാത്ര വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വാഗമണ്ണാണ്. ഇപ്പോൾ നമ്മളിതേ ഈ കാണുന്ന വഴി കൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. ഇവിടെ നിന്ന് നമുക്ക് അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. കുറേ മൗണ്ടൻസൊക്കെ കാണാം, നല്ല പച്ചപ്പ് നിറഞ്ഞ കുറേ മൗണ്ടൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. കുറേ വണ്ടികളൊക്കെ പോകുന്നു. ഇവിടെ നമ്മളെ പാറയൊക്കെ ഉള്ള നല്ല പച്ചപ്പും അടിപൊളിയായ കാഴ്ചകളാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇവിടെ നമുക്ക് മറ്റേ ഇടയ്ക്ക് കാറിലൊക്കെ വന്ന് നമുക്കിതേ കാർ അവിടെ പാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ വരുന്ന റൂട്ടാണ് വഴി. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണം നമുക്കിവിടെ നിന്ന് എടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ, നല്ല രസം. മുകളിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആകട്ടെ നമ്മളിപ്പോൾ വാഗമൺ എത്തിയതേ. ഇവിടെ അഡ്വഞ്ചേഴ്സ് പാർക്സ് ഓഫ് വാഗമൺ എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഉണ്ട് ഇവിടെ നിന്ന് കുറച്ചപ്പുറത്ത് നിന്നപ്പോൾ നമ്മൾ വന്ന വഴികളൊക്കെയാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതേ. ഇപ്പോൾ അവിടെ KSEB മറ്റേ പോസ്റ്റിലെ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം വാഗമണ്ണാണ് നിൽക്കുന്നത്. ഇവിടെ കണ്ട പുല്ലുകൾക്കൊക്കെ വേറെ ഒരു കളർ, നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ വരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് വാഗമണ്ണ് പൈൻ ഫോറസ്റ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പുറകെ കാണുന്ന മൊത്തം കടകളാണ്. ഇവിടെ മൊത്തം പന്തലാണ്. ഇതാ പൈൻ ഫോറസ്റ്റിലൂടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇത് ഇവിടെ ടിക്കറ്റും ഉണ്ട്. ഫോട്ടോഗ്രാഫിക്ക് 100 രൂപ. ഫോട്ടോഗ്രാഫിക്ക് 100 രൂപ. വീഡിയോ ഷൂട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൊടൈക്കനാൽ എപ്പോഴും നമ്മൾ ഇതേപോലൊരു പൈൻ ഫോറസ്റ്റിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇങ്ങനെ പൈൻ ഫോറസ്റ്റ് പോലെയാണ്. ഇപ്പോൾ ഇത്തവണ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ വന്നപ്പോഴത്തേക്ക് ഇവിടെ നടക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോം അതിലിങ്ങനെ ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് ആ സംഭവത്തിന് എന്ത് പറയാനായത്, ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ഞാൻ ആ വീഡിയോ കാണാത്തവരുണ്ട്, ഇത് കാണണം. കൊടൈക്കനാലിൻ്റെ വീഡിയോ, അവിടുത്തെ വീഡിയോ ഞാൻ പൈൻ ഫോറസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. കണ്ട ആൾക്കാർ കുറച്ച് ഈ ഹാൻഡിൽസ് പോലത്തെ കമ്പിയൊക്കെ പിടിപ്പിച്ച ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നൊരു സംഭവം ഇവിടെ ഉണ്ട്.
ഓണ അവധിയൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ചോദിക്കാതെ അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകുന്നു. പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നൊരു വഴിയാണ് ഇത്. നമ്മൾ പോകാനും വരാനുമുള്ള ഇവിടെ ഫുള്ളും കുറേ കടകളൊക്കെ കാണാൻ ഭയങ്കര തിരക്ക്. അങ്ങോട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ആണ്. നേരത്തെ വന്നപ്പോൾ ഒറ്റ കാറില്ലായിരുന്നു. ഇപ്പോൾ കണ്ടില്ലത് എത്ര ഒരുപാട് കാറായി. നേരത്തെ വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു. അത്രയ്ക്കും തിരക്കാണപ്പോൾ ഇവിടെ. പിന്നെ ഇപ്പോൾ ഓണം അവധി, സ്കൂൾ ഓണത്തിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്നും നമ്മുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പുറകെ കാണുന്നതാണ് അഡ്വഞ്ചർ പാർക്കാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഈ പുറകിൽ കിടക്കുന്ന ഈ വണ്ടികൾ മൊത്തവും ആ പാർക്കിലോട്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ വണ്ടി ഇരിക്കുമായിരുന്നു ഇത്രയും നേരം. വണ്ടിയിരുന്ന് മതി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇറങ്ങി നടക്കുന്നത്. വണ്ടി പുറകെ വരുന്നുണ്ട്. പുറകെ കൊണ്ടുവന്ന് പാർക്കൊക്കെ ചെയ്ത് അകത്തേക്ക് കയറാൻ ഇപ്പുറത്തായിട്ട് ഫ്ലോ ഗാർഡൻ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. നമുക്കിനി അകത്ത് കയറി എന്താ സംഭവം ഒക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്, ഭാഗം അഡ്വഞ്ചർ പാർക്കിങ്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറാൻ പാസ് വേണമെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അഡൽട്ടാണെങ്കിൽ നമ്മളെപ്പോലെ അഡൽട്ടാണെങ്കിൽ 60 രൂപ, 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പോൾ നമ്മൾ എന്നെപ്പോലെ വ്ളോഗിങ്ങും മറ്റേ വീഡിയോ ഫോട്ടോഷൂട്ടും ഈ ഫോട്ടോ എടുപ്പൊക്കെ ഒരു ഫാഷൻ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഈ ഫോട്ടോയും വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ പ്രത്യേകം നമ്മൾ പൈസ അടയ്ക്കണം. ഇപ്പോൾ ക്യാമറയ്ക്കൊക്കെയാണ് 100 രൂപ വീതം പൈസ അടയ്ക്കണം. ഇപ്പോൾ നല്ലൊരു പണിയാണ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ക്യാമറയ്ക്ക് 150, വെഡ്ഡിങ് ആൽബം 1000, അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ ഇവിടെ അടയ്ക്കണം. അപ്പോൾ ഗായ്സ്, നമ്മൾ വന്ന കാർ അവിടെ കിടക്കുകയാണ്. അവിടെ നിന്ന് പതുക്കെ വരുന്നതേ ഉള്ളൂ. കുറേ സമയം എടുക്കും. കാറ് ഇരുന്നിരുന്ന് മതിയാവും. അതെ, നമ്മൾ വന്നത് ആ ഇന്നോവയാണ്. നമുക്ക് ഈ ക്യാമറ കണ്ണുകൊണ്ട് കാണാം. മറ്റേ പാർക്കിംഗ് ആ ബോർഡിൻ്റെ അപ്പുറത്തൂടെ ഇങ്ങനെ ഇറങ്ങുന്നത്. അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടെ നിന്ന് അഡ്വഞ്ചർ പാർക്ക് അത് ഗാർഡൻ ആയിരുന്നു നമ്മളവിടെ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമുക്ക് തുഴയാനും പിന്നെ ഒരു കാലുകൊണ്ട് പെഡൽ പോലെ ചവിട്ടാനുള്ള ബോട്ടിങ്ങിൻ്റെ സംഭവമുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ബ്രിഡ്ജ് അങ്ങനെ വല്ലതും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. ട്രക്കിങ്ങിൻ്റെ ഒരു പാതയൊക്കെ ഉണ്ട് ഇവിടെ. ആണ് ഞാൻ പറഞ്ഞ സംഭവം. കയാക്കിങ്, പെഡൽ ബോട്ട്, കിഡ്സ് ബോട്ട്, പിന്നെ അക്വസി സോബിങ്ങും. ഇതാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഇപ്പുറത്തെ മറ്റേ വാട്ടർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് സിപ്പ് ലൈനിൻ്റെ ഒക്കെ സംഭവമുണ്ട്. നമ്മൾ മറ്റേ മൂന്നാറിന് വരുന്നവർ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു. അതേ ഒരു സിപ്പ് ലൈനിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് നന്നായിട്ട് കാണാം. ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരും, അപ്പോൾ നമുക്ക് കാണാം. അതെ, സിപ്പ് ലൈനിൽ നിന്ന് ഒരാൾ വരുന്നത് വന്നു. സിപ്പ് ലൈനിൽ നിന്ന് ഒരാൾ വരുന്ന കാണാം. ഇതാണ് അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ്. ഇവിടെ മറ്റേ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും. അഡ്വഞ്ചർ പാർക്കിൻ്റെ ആണ് ഇപ്പോഴും ഉണ്ട്. സിപ്പ് ലൈനൊക്കെ ഇവിടെ ഉണ്ട്. സൈക്ലിങ്ങിൻ്റെയും ഒക്കെ ഉണ്ട്. 20, 25, 50 kg വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഉള്ളതാണ്. മറ്റേ ഈ ബൈക്കൊക്കെ ഉണ്ട് ഇവിടെ. കിഡ്സിന് വേണ്ടി, കുട്ടികളുടെയാണ് ടോയ്. ഇനി ഇവിടെ നിറച്ച് മറ്റേ ഫുഡ് കോർട്ട്, ഐസ്ക്രീം പാർലർ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇവിടെയായിട്ട് ഒരു ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്. അഡ്വഞ്ചർ പാർക്കിൻ്റെ മെയിൻ അഡ്വഞ്ചറായിട്ടുള്ള. പിന്നെ വലിയൊരു ഊഞ്ഞാൽ നമുക്കിവിടെ നിന്ന് കാണാതെ വലിയൊരു ഊഞ്ഞാലാണ്.
ഇവിടെ നിന്നാൽ കാണാം. ഇത് വേറൊരു ആക്ടിവിറ്റി. അവർ അത് പേടിച്ച് നിൽക്കുവാണ്. റെഡി 1 2 3 ചാടി ഗായ്സ്, ചാടി 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 ചാടി. മറ്റേ നമ്മളിങ്ങനെ മോളിൽ നിന്ന് ചാടിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതായിരിക്കും. മോളിൽ നിന്ന് ചാടുന്ന ഒരു വെറും ആക്ടിവിറ്റിയാണത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പോൾ വർക്കിംഗ് അല്ലെന്നാണ് തോന്നുന്നത്. മിക്കവരും മറ്റേ ഈ ഫോട്ടോയും വീഡിയോയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തോ നിർത്തിവെച്ചിരിക്കുവാൻ തോന്നുന്നു. ഇപ്പോൾ യൂട്യൂബേഴ്സും ഒക്കെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്ത് പറ്റുന്നു, ഇപ്പോൾ വീണ്ടും അതിൻ്റെ പണി നടക്കുമെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. ഞാനും ഉദ്ദേശിച്ച സത്യം പറഞ്ഞാൽ ഞങ്ങളും വാഗമണ്ണ് വന്നത്. അപ്പോൾ ചില മറ്റേ വീട്ടുകാർ ഇതാണ്. അപ്പോൾ ഗായ്സ്, ഇവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്നതാണ്. അതെ, 2 പാരാഗ്ലൈഡിങ് പോകുന്നു. ഒരെണ്ണം ലാൻഡ് ചെയ്യുന്നുണ്ട്. അതാ ലാൻഡ് ചെയ്തടാ. അതെ, അപ്പുറത്ത് ലാൻഡ് ചെയ്ത്. ഇതാണ് ഇപ്പം നമ്മൾ നേരത്തെ മുകളിൽ കണ്ട ആ റെഡ് പാരാഗ്ലൈഡിംഗ് ആണിത്. ഇവിടെ ഓരോ പാരാഗ്ലൈഡിങ്ങിൻ്റെ ബാഗുണ്ട്. പറക്കാൻ നിൽക്കുന്നതാണെന്ന് ഇവിടെ കാണുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ പറക്കാൻ നിൽക്കുന്നതാണ്. ഹിന്ദിയിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആണ്. മറ്റേ മലനിരകളൊക്കെ കാണാൻ എന്ത് രസമായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ പാരാഗ്ലൈഡിങ് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് പറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ച് 4500 രൂപയാവും. അതിപ്പോൾ അവർ പറഞ്ഞത്. തൽക്കാലം നമുക്കിപ്പോൾ അതിൻ്റെ ബഡ്ജറ്റൊന്നും ഇല്ലാത്തത് നമ്മൾ പിന്നൊരിക്കൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നീട് ഒരു തവണ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ്. ഇവിടെ നമുക്ക് റോഡൊക്കെ കാണാം. നമ്മളിവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു റൂട്ടാണ് ഇത്. ഇവിടെ നിന്ന് നല്ല അതിമനോഹരമായ റോഡുകൾ നമുക്ക് കന്നുകാലികൾ, ഈ പശുവൊക്കെ നിൽക്കുന്ന കാണാം. പശുക്കൾ ഒക്കെ നിൽക്കുന്ന കാണാം. ഓരോരുത്തരുടെ അവിടെ നിന്ന് ഓരോ വ്യൂ ക്ലാസ് നോക്കി. ഇത് അടുത്ത പാരാഗ്ലൈഡ് നമ്മുടെ റെഡും ഇവിടെ നിന്ന് പറന്നിട്ടുണ്ട്. രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് അതേ നല്ല അടിപൊളി മലനിരകളും പച്ചപ്പും ഒക്കെ കാണാം നമുക്ക്. ഇവിടെ ഒത്തിരി പേര്. അപ്പോൾ ഗായ്സ്, ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ല പറയാൻ. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ അവിടെ നിന്ന് കാണിച്ചത് പാരാഗ്ലൈഡിങ്. ഒരു രക്ഷയില്ല. നല്ല കാറ്റും ഉണ്ട്. ഇതാണ് വ്യൂ ആസ്വദിച്ച്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്.
പോകുന്നത്. അപ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ടിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോയുടെ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ ആ റിസോർട്ടും കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തണം, എന്നാലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എല്ലാവരും കാണണം. അപ്പോൾ ഗുഡ് ബൈ.